ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് ഇന്നോവ ക്രിസ്റ്റയാണ്. ക്രിസ്റ്റയുടെ ജി വേരിയൻ്റാണ്, ഏറ്റവും ബേസ് വേരിയൻ്റാണ്. അത് അത്യാവശ്യം വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നേക്കുവാണ്. കാര്യം 2026 ഇന്നോവ ക്രിസ്റ്റ പുതിയെടുത്തേക്കുവാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമുണ്ട്, വൈ ഇന്നോവ ഹൈക്രോസ് ഒരു ഓപ്ഷനായിട്ട് വന്നില്ലേ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചിന്തകളൊക്കെ വരും. സോ ആ ചിന്തകൾ എനിക്കും ഉണ്ടായിരുന്നു. എന്നാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ഇന്നോവ ക്രിസ്റ്റ അറ്റ് 2026 വിശേഷങ്ങൾ പറയാൻ വന്നേക്കുന്നത് കെന്നി ജെയിംസ് ബ്രോ ആണ്. കെന്നി ബ്രോയെ നമുക്ക് വീട്ടിലേക്ക് സഹായിക്കാം. ബ്രോ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. സോ ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ക്രിസ്റ്റ, അതെ. ഇതിപ്പം എടുത്തിട്ട് ജസ്റ്റ് ഒരു 2-3 ആഴ്ചയുള്ളൂ. എത്ര കിലോമീറ്റർ വണ്ടി? ഇപ്പൊ ഒരു ശരാശരി 700 കിലോമീറ്റർ ആയി. സർവീസ് ആവുന്നുള്ളൂ. സർവീസ് ആവുന്നു. നാളെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ആയി കയറ്റാം. ഓക്കെ. സോ ഇന്നോവ ക്രിസ്റ്റ എന്താണെന്നുള്ള കാര്യം നമുക്ക് എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യമില്ല. സോ അറ്റ് 2026 നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതിലോട്ട് തന്നെ നടന്നേക്കാം. സ്വാഭാവികമായിട്ടും ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്ലാറ്റ്ഫോം ഇറങ്ങിക്കഴിഞ്ഞു 2022. സ്റ്റിൽ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിച്ചു കാണത്തില്ലേ, ഹൈക്രോസ് ഒരു ഓപ്ഷൻ അല്ലായിരുന്നോ, വൈ ഡീസലിലോട്ട് തന്നെ? അതിനെന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ഉണ്ടായിരുന്നോ? കുറേ റീസൺസ് ഉണ്ട്. ക്രിസ്റ്റ നമ്മൾ കൺസിഡർ ചെയ്തതിന് ആദ്യമായിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ശരിക്കും ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ ഫോർച്യൂണറിലേക്ക് നമ്മൾ പോയപ്പം നമ്മൾ തിരുവനന്തപുരം നിപ്പോണിലും കൈർലിയിലും ഒരേ സമയത്ത് പോയി. അപ്പം അവിടുത്തെ AGM ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം 2026 ലാസ്റ്റോട് കൂടി ഫോർച്യൂണറിന്റെ പുതിയ ഫേസ് ലിഫ്റ്റ് വരും. അപ്പോൾ ഇപ്പം ഞാൻ 48 ലക്ഷം രൂപ എടുത്ത് ഫോർച്യൂണർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് ഞാനൊരു ബിസിനസ്സുകാരനല്ല, അത് 2 വർഷം കഴിഞ്ഞ് മാറ്റാൻ വേണ്ടി. ഞാനൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ 8 വർഷം അല്ലെ 7 വർഷം ഞാനല്ല എൻ്റെ അച്ഛൻ ഞാനാണേലും ഉപയോഗിക്കണമെന്നുള്ള രീതിയിൽ എടുക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നോക്കിയപ്പം എന്നാൽ വിചാരിച്ച് തൽക്കാലം നമുക്ക് ഒരു അതിന് തൊട്ട് താഴെയുള്ള സെഗ്മെന്റ് പിടിക്കാം. എന്നിട്ട് അത് മറ്റേ ഫോർച്യൂണർ ഇറങ്ങി എങ്ങനെയാണ്, എനിക്കൊന്നും ഇപ്പോൾ പുതിയതിനകത്ത് ഹൈബ്രിഡ് വരും, അങ്ങനെ എങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നോക്കിയപ്പം എനിക്ക് വണ്ടി ഇരിക്കുമ്പം എനിക്ക് ഓടിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. ആ ഡ്രൈവർ ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ തന്നെ ഓടിക്കണം, ഇല്ലെങ്കിൽ എനിക്കതൊരു കംഫോർട്ട് വരത്തില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പം ഹൈക്രോസ് ഒരിക്കലും ഒരു ഡ്രൈവേഴ്സ് കാറാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇതിൻ്റെ ആ ഒരു പവറും ഇതിൻ്റെ ടോർക്കിൻ്റെ പുഷും അത് ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. രണ്ടും പോയി ടർബോ എന്ന് പറഞ്ഞ സാധനത്തില്ല. ടെർബോ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അത് 2 ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞാലും പേപ്പറിൽ 170-178 BHP കാണിക്കും. പക്ഷേ അത് ഓടിച്ച് കഴിയുമ്പോൾ ഇത് ഓടിക്കുമ്പോൾ ഇത് കിട്ടുന്ന ഒരു പുഷ് കിട്ടത്തില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് RWD ആണ്, റെയിൽവേ ഡ്രൈവ് ആണ്. പിന്നെ ഇത് ലാഡ്രോൺ ഫ്രെയിം ആണ്, മറ്റേ മോണോകോക്ക് ആണ്. അതിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ റഗഡ് വണ്ടിയാണ്, ഏത് മോശ സർഫസും എങ്ങനെയും പോവാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈഡർ പെർസ്പെക്റ്റീവ് നോക്കുകയാണ്, നമ്മൾ അതിനകത്ത് സഞ്ചരിക്കുന്ന ഒരാൾ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പോവാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന ആൾക്ക് കംഫർട്ടായിട്ട് പോകാം, ഓടിക്കുന്ന ആൾക്കും മടുപ്പില്ല. അതാണ് എൻ്റെ മെയിൻ കൺസെപ്റ്റ്. പ്രൂവൻ ടെക്നോളജി. അതെ അതെ. ഈ 2.4 എന്ന് പറയുന്നത് ഒരു നല്ലൊരു ലെജൻഡ് എഞ്ചിനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഉറപ്പിച്ചതിൻ്റെ കാര്യം, ഇത് ഡിസ്കണ്ടിന്യൂ എന്ന് ഞാൻ അറിഞ്ഞു. 27 ജാനുവരി തന്നെ ഡിസ്കണ്ടിന്യൂ, അല്ലെ 26 ഡിസംബർ ആ ടൈം ആകുമ്പോൾ ചെയ്യും. അപ്പം എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ഞാൻ ഇത് വിൽക്കാൻ പോകുമ്പം ഐക്രോസിൻ്റെക്കാളും ഉറപ്പായിട്ടും ഇതിന് ഡീസൽ കിട്ടും. കാരണം പിന്നെ ടൊയോട്ടയ്ക്ക് ഡീസൽ ഇല്ല. തീർച്ചയായിട്ടും പിന്നെ ഡീസൽ പിടിക്കണമെങ്കിൽ ഫോർച്യൂണറിലേക്ക് പോകണം, അല്ലെങ്കിൽ ഐഡക്സിലേക്ക് പോകണം. അപ്പോൾ ഉറപ്പായിട്ടും അത് പുതിയ വണ്ടി 26 വണ്ടി സിംഗിൾ ഓണർ മാർക്കറ്റിൽ ഉറപ്പായിട്ടും അതിനൊരു റീസെയിൽ ഉറപ്പായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും. സ്റ്റിൽ ഇതിന്റെ റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ വണ്ടികളുടെ റീസെയിൽ വാല്യൂ വേറെ വണ്ടിയൊക്കെ ഇല്ല. പിന്നെ ഈ ഡൽഹി വണ്ടികൾ വരുന്നതാണ് ഈ 15ഉം 16ഉം ഒക്കെ. അപ്പോൾ ഒരു ആക്ച്വലി ഒരു കാര്യമുണ്ട്, 2016-17 വണ്ടിയൊക്കെ ഇപ്പോഴും ഒരു 15 ലക്ഷം 20 ലക്ഷം രൂപ കൊടുത്തൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ എടുക്കുന്നത്. ഉണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു അതൊരു ബേസ് ഒരു കാര്യം കൂടിയാണ് കേട്ടോ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ ജിക്കും ഇന്നോവ ഹൈക്രോസ് ജിക്ക് ഓൾമോസ്റ്റ് 23-24 ലാക്സിന് ബേസ് വേണ്ടി ഇറങ്ങും അല്ലേ? അതായത് ജി വേരിയന്റ് എന്ന് പറഞ്ഞാൽ ബേസ് അല്ല, ജി എന്ന് പറയുന്നത് ജി വേരിയന്റ് ഇറങ്ങും. ജി പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ടാക്സിക്ക് മാത്രമാണ് GX ആണ് നമുക്ക് കിട്ടുന്നത്. GX അതെ അല്ലേ? കറക്റ്റ്. ആ ഒരു വേരിയന്റ് നമുക്ക് ഇറങ്ങും. സോ അതിനകത്ത് ഓൾമോസ്റ്റ് വേണ്ട എല്ലാ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. ഈ പറഞ്ഞ ഞാനിപ്പോൾ ഡിസ്ക്ലെയിമർ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അവിടെയുള്ള വണ്ടികളൊക്കെ പോയി എടുത്ത് അതിന് എന്തോരം പണിയുണ്ട് എന്ന് അറിയാതെ. ഇപ്പം ഇത് GX ആയിരുന്നു. ഇതിനകത്ത് ഒരു സാധാരണക്കാരന് വേണ്ട സ്പീക്കറുകളുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISRX കിട്ടുന്ന അതേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. പിന്നെ അത് അത്യാവശ്യം വേണ്ടെന്നൊരു എനിക്കൊന്ന് ഞാനിപ്പോൾ കമ്പനി കൊടുത്താണ് ക്യാമറ പിടിപ്പിച്ചത്. പുറത്താണെങ്കിൽ 2000 രൂപ എടുത്തുള്ളൂ. ആ കമ്പനി എനിക്ക് 7500 രൂപയായി. അത് മാത്രമേ കമ്പനി പിടിപ്പിച്ചിട്ടുള്ളൂ, വേറെ കാര്യം. അപ്പം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ GX-നകത്ത് അലവില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അതൊക്കെ നമുക്ക് ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് വേണേലും ഇത് അപ്ഗ്രേഡ് ചെയ്യാം, പതിയെ ചെയ്യാം, വേണമെങ്കിൽ ഒരു ദിവസമായിട്ട് ചെയ്യാം. അതൊക്കെ അവൈലബിൾ ആണ്. വർഷങ്ങളായിട്ട് ഈ വണ്ടി 2016 തൊട്ട് ഉണ്ടായതുകൊണ്ട് എവിടെ പോയാലും ഇതിന്റെ എല്ലാ സാധനവും ഉണ്ട്.
പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ അക്സസറീസും ഉള്ളത്. എല്ലാ കോസ്മെറ്റിക്സും ഉണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. സത്യം. ഇതിനെ നമുക്കൊരു വെൽഫെയർ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പം നിപ്പോണി തന്നെ ഇതിന് എനിക്ക് കൃത്യം വില അറിയാം, എനിക്ക് 3 ലക്ഷം രൂപ എന്താണെന്ന് തോന്നുന്നു. ബിസിനസ് ക്ലാസിന്റെ സീറ്റ് പോലെ വെക്കാം, അതായത് ഇൻക്ലൂഡിങ് മസാജ്. എനിക്ക് തോന്നുന്നില്ല ഒരു ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ് സീറ്റിനെക്കാളും കിട്ടില്ല സീറ്റ്. അത് നിപ്പോണി തിരുവനന്തപുരത്ത് ഞാൻ കണ്ടാണ്. അടിപൊളി സീറ്റാണ്, മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. എനിക്കൊന്ന് 2 വർഷം വാറണ്ടി ഉൾപ്പെടെ വരുന്ന സാധനം. അടിപൊളി സാധനം. വെൽഫെയറിലൊക്കെ ഉള്ള സാധനം. വെൽഫെയറിലൊക്കെ എനിക്കൊന്ന് വെൽഫെയർ അത്ര നല്ലതല്ല. തായ്ലൻഡ് എന്നൊക്കെ പറയാം, ആഫ്റ്റർ മാർക്കറ്റ് അറിയാം, ഒരു മാക്സിമം ഇടും. പിന്നെ ഇതിന്റെ ബാക്കിലെ മറ്റേ ടേബിള് അതിനെന്നാ പറയണ്ടേ, ഫുഡ് വെക്കുന്നത്, ഫുഡ് മാത്രമല്ല വെക്കുന്നത്, അതിന്റെ ബാക്കിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനുള്ള സാധനവും. അതുകൊണ്ട് അതിന് എനിക്ക് തോന്നുന്നു 48,000 2 സീറ്റിന്റെ ബാക്കിൽ. അത് വിത്ത് വയർലെസ് ചാർജിങ്, ആംബിയൻ ലൈറ്റിങ്, ഈ 2 സാധനം വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരാൾ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയത്തില്ല. അപ്പൊ അതാണ് പറയുന്നത്, ഇതിന് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ എത്ര പൈസ ഉണ്ടോ അത്രയും ചെയ്യാം. ഞാൻ എനിക്ക് ഇപ്പം ആവശ്യമുള്ള പോലെ ഞാൻ ചെയ്തിട്ടുള്ളൂ, നമ്മുടെ കഷ്ടത്തിനനുസരിച്ച്. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. സോ സ്വാഭാവികമായിട്ടും അതായത് ഈ ഹൈക്രോസ് അല്ലെങ്കിൽ ക്രിസ്റ്റ ഇതിൻ്റെ ഒരു ബേസ് കമ്പാരിസൺ നടത്തിയായിരുന്നു, അതായത് ഇൻ പെർസ്പെക്റ്റീവ് പവറില്ലാതെ ഞാനത് ഓപ്പൺലി ഫ്രാങ്ക്ലി ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇത് ക്രിസ്റ്റ ഡീസൽ B6 വണ്ടിയാണ്. സോ ഡെഫ് എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ DPF എന്ന് പറഞ്ഞ സാധനം, ആർബു എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. സോ അതേ സാധനത്ത് 2 ലിറ്റർ ഹൈക്രോസ് ആണെങ്കിൽ ആ സാധനം വരുന്നില്ല. കമ്പാരിറ്റീവ്ലി സർവീസ് കോസ്റ്റ് വൈസ് അതിനകത്ത് നമുക്ക് ലാഭിക്കാം എന്നുള്ളൊരു ചിന്താഗതി, അങ്ങനെ തോട്ട് വല്ലതും വന്നിട്ടുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ സർവീസ് കോസ്റ്റിനെ പറ്റിയോ മൈലേജിനെ പറ്റിയോ എനിക്ക് കൺസേൺ അല്ല. എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുമ്പം എനിക്ക് പവർ വേണം, ആ പവറാണ് എനിക്ക് വേണ്ടത്. അതിനകത്ത് ഒരു ഇത്, പിന്നെ വണ്ടി റഗഡായിരിക്കണം, അതായത് ഏത് വഴികളെയും എങ്ങനെ ഓടിച്ചാലും. ഞാനിപ്പം പുതിയ വണ്ടിയാണേലും എനിക്ക് കട്ടറിൽ പോകുമ്പം പതിയെ നിർത്തി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും, ഞാൻ എടുത്തുകൊണ്ട് പോകും. അപ്പം അതിന് പറ്റിയതെന്ന് പറഞ്ഞില്ല, ലാഡ്രോൺ ഫ്രെയിമിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അത് എങ്ങനെ ഓടിച്ചാലും, ഇപ്പം നമ്മളൊരു ഇന്നോവ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആദ്യം വരുന്നത്, ഒരു 15 വർഷം 20 വർഷം 10 ലക്ഷം കിലോമീറ്റർ ഓടണം അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് ആൾക്കാർ ഇനി അറിയത്തില്ല എൻ്റെ അടി എന്ന് പറയുന്നത്. ഐഗോറോസിനെ ഒരിക്കലും ഇന്നോവ എന്ന് പറയത്തില്ല. ഇന്നോവയ്ക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് എൻ്റെ ഇതിൽ. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെയർ വീൽ ഡ്രൈവ്, അതിൻ്റെ ലാഡ്രോൺ ഫ്രെയിം. മോണോക്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാർ ലൈക്ക് ബിൽഡ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഇപ്പൊ ഷോക്ക് അബ്സോർവ് ചെയ്യുന്നതും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഒരു പ്ലെയിൻ റോഡിൽ കൂടെ പോവാണെങ്കിൽ അത് 100% കംഫോർട്ട് കൂടുതലാണ് പാസഞ്ചർ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ. പിന്നെ ഞാൻ പറയാണ്, ഡ്രൈവിംഗ് പെർസ്പെക്റ്റീവിൽ ഐക്രോസിനെ ഒരിക്കലും സമ്മതിക്കത്തില്ല, കാരണം ഇത് ഓടിക്കുന്ന ഒരിക്കലും അത് പോകുന്നില്ല. ഫീച്ചർ ഓറിയന്റഡ് അപ്ഡേറ്റഡ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്നോവ അല്ല, ഒരു ടൊയോട്ടയുടെ വേറെ വണ്ടി, ഇത് സുസുക്കി ആയിട്ടൊരു കൊളാബിലുള്ള ഒരു വണ്ടി എന്ന് നോക്കുമ്പോഴത്തേക്കും ഐക്രോസ് ഇസ് വെരി ഗുഡ്. അല്ല ഞാൻ പറയട്ടെ, ഇപ്പം ഇന്നോവ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്യൂർ ബ്രീഡ്, ടൊയോട്ടയുടെ ഒരു പ്യൂർ ബ്രീഡ് അതിനെ വിശേഷിപ്പിക്കാൻ എപ്പോഴും പറ്റത്തില്ല. ഇപ്പം ഈ വണ്ടി ഞാൻ പറയുകയാണെങ്കിൽ ഹൈക്രോസിനെക്കാളും വലിപ്പ കുറവുള്ളൊരു വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ. എങ്കിൽ പോലും ഇന്നോവ ക്രിസ്റ്റയ്ക്ക് 150 കിലോയോളം കൂടുതലാണ് ഹൈക്രോസിന്റെ കാണും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം അങ്ങനത്തെ കാര്യമുണ്ട്. അപ്പം ലാറ്ററൽ ഫ്രെയിമിന്റെ വെയിറ്റ് കൂടുതലുണ്ട്, എങ്കിലും നമ്മളിപ്പോൾ ഇതിന്റെ ബോഡി ക്വാളിറ്റിയും ഒരു ഹൈക്രോസിന്റെ ബോഡി ക്വാളിറ്റിയും ഒന്നും വേണ്ട, ഡോർ അടയ്ക്കുന്ന വെച്ച് നോക്കുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും. ഈ സാധനം ഒരു കാര്യമുണ്ട്, ഈ ക്രിസ്റ്റ എന്ന് പറയുന്ന സാധനം എനിക്ക് 2022-23 തോന്നുന്നു ഹൈക്രോസ് ഇറങ്ങിയ സമയത്ത് ഈ സാധനം നിർത്തിയതാ, ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ കസ്റ്റമേഴ്സ് പിന്നെ സമ്മതിക്കാനായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ കഫേ 3 നോംസിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടാണ് ഈ ഐക്രോസിന്റെ സെയിലിനെ ബാധിക്കൂ എന്നുള്ളൊരു ഇതുണ്ടായാണ് ഇവർ ഇതിന്റെ ഓട്ടോമാറ്റിക് തന്നെ നിർത്തേണ്ടി വരും. ഇതിന്റെ ഓട്ടോമാറ്റിക് കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പോഴും ഇത് നല്ല രീതിയിൽ സെയിൽ ഇപ്പോഴും ആൾക്കാർ ടാക്സി പ്രിഫർ ചെയ്യുന്നത്. ടാക്സി ഞാനിപ്പോൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞ ഈ കോട്ടയത്തിന് ആദ്യം പോയി, അവർ പറഞ്ഞു സാറേ ഇപ്പോൾ ഒന്നും വണ്ടി വരാൻ പറ്റത്തില്ല, 3 മാസം വെയിറ്റ് ചെയ്യണം. 1 to 6 months ആണ് ക്രിസ്റ്റയ്ക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞത്. ഇപ്പോൾ 2021 എനിക്ക് ഈ വണ്ടി എടുത്തപ്പം 2026 തന്നെ വേണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കഴിഞ്ഞ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പറയാമല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ തൽക്കാലം എന്നാൽ ഒരു 30 ലക്ഷത്തിനുള്ളിലുള്ള ബഡ്ജറ്റിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നോവ ക്രിസ്റ്റ എല്ലായിരുന്നു കൺസിഡർ ചെയ്തത്. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ താറോക്സിൻ്റെ AX7L 4x4 ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പം അത് ഓട്ടോമാറ്റിക്കിലേക്ക് പോയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാനുവലാണ് എപ്പോഴും ഇഷ്ടം. എനിക്ക് മാനുവലില്ല വേറൊരു വണ്ടീനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എനിക്ക് പവർ കൂടുതൽ വേണം. അപ്പം ഈ ഓട്ടോമാറ്റിക് AX7L-ന് എനിക്ക് ഒന്ന് 30 Nm കൂടുതലാണ്. സാധാരണ ഒരു മാനുവൽ വണ്ടിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 370 Nm ടോർക്കാണ് സാധാരണ 4x4
MD ഉള്ളത്. ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് 400 Nm ടോർക്കിലേക്ക് വരും. ഇച്ചിരി ഡിഫറൻസ്. ആ ഒറ്റ കാരണത്തിലാണ് ഞാൻ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യാന്ന് വെച്ചാൽ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം CBC മഹീന്ദ്രയിൽ പോയി എല്ലാം പറഞ്ഞു പൈസയും കൊടുത്തു. ഭയങ്കര ഡിസ്കൗണ്ട് ഒക്കെ ആയിരുന്നു. ഈ നമ്മൾ വിചാരിക്കും വണ്ടി കിട്ടത്തില്ല, ROXന് ഈ ഓൺലൈനിൽ പറയും 6 മാസം ബുക്കിംഗ്, 2 വർഷം ബുക്കിംഗ്, ഒന്നുമില്ല. നമ്മൾ പോയി ഇഷ്ടം പോലെ വണ്ടി. അപ്പം എനിക്ക് നല്ല അവസാനം എനിക്ക് 2 ലക്ഷം രൂപ ഡിസ്കൗണ്ട് പറഞ്ഞു. 2 ലക്ഷം രൂപയുടെ അത് ഫുൾ ഓപ്ഷൻ വണ്ടി AX7L 28.5 വരുന്നു. അതിനകത്ത് 2 ലക്ഷം രൂപ പറയുമ്പോൾ 26.5. അതായത് എനിക്ക് തോന്നുന്നു മാനുവലിന്റെ പ്രൈസിന് എനിക്ക് ഓട്ടോമാറ്റിക് കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ നോക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്, നമ്മളെല്ലാം റെഡിയാക്കി. എന്നാൽ എനിക്കൊരു പേടി, മഹീന്ദ്രയുണ്ട് ഇത്ര ഞാനൊരു പുള്ളീനെ പോലെ തന്നെ ഭയങ്കര വണ്ടിപ്രാന്തനാണ്. ഞാൻ എല്ലാ വീഡിയോയും ഇരുന്ന് കാണും. അപ്പം എല്ലാത്തിനകത്തും മഹീന്ദ്രയ്ക്ക് അവിടെ എന്നാ പറയണ്ടേ, പാനൽ ഗ്യാപ്പ്, റസ്റ്റ്, ഇങ്ങനെയെല്ലാം കണ്ടു. അപ്പോൾ അന്ന് ഞാൻ ഓർത്ത് പോട്ടെ, പൈസ കുറച്ച് പോയാലും കുഴപ്പമില്ല, നമുക്ക് PD എന്ന് വെച്ചാൽ ഞാൻ സുരേഷ് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള പുള്ളീനെ കോൺടാക്ട് ചെയ്ത് പുള്ളിയുടെ ഒരു ആള് നമുക്ക് തിരുവനന്തപുരത്ത് വന്ന് വണ്ടി പീഡിയേക്ക് വരുന്നു. അപ്പോഴും നമ്മൾ ഈ ഷോറൂമിൽ പോകുമ്പോൾ അച്ഛനായിട്ട് പോകുന്നുണ്ട്, എപ്പോഴും അവിടുത്തെ VPയും ഒക്കെയാണ് വരുന്നത്. ഈ പുള്ളി വണ്ടി കൊണ്ട് ഷോറൂമിൽ കൊണ്ടിടുന്നു. അവിടെ സെയിൽസ് മാനേജർ നമ്മുടെ മുമ്പിൽ നിൽക്കുക. അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ വണ്ടി നോക്കുമ്പം ആദ്യമൊക്കെ നോക്കുമ്പോൾ പ്രശ്നമില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളിക്ക് ഒരു ഡൗട്ട് നോക്കി വയറിങ്ങിട്ട് നോക്കുമ്പോൾ വയറിങ്ങിട്ട് എല്ലാം എലി കറങ്ങിട്ടേക്കുക. പുതിയ വണ്ടിയെന്ന് ഓർക്കണം, പുതിയ വണ്ടിയുടെ വയറിംഗ് ഇട്ട് എലി കറന്നിട്ടേക്കുക. പിന്നെ നിങ്ങൾക്കറിയാം ROXന്റെ ഇന്റീരിയർ വൈറ്റ് ആണ്. ഞാൻ ചൂസ് ചെയ്ത മോച്ച ബ്രൗൺ ആണെങ്കിലും ഇതിന്റെ റൂഫും ബാക്കി കാര്യങ്ങളൊക്കെ വൈറ്റ് ആണ്, പക്കാ വൈറ്റ് ആണ്. അപ്പൊ ഞാൻ നോക്കുമ്പം ഇതിന്റെ റൂഫിൽ ഫുള്ള് ചെളി. പുതിയ വണ്ടിയാണ്. എൻ്റെ ഫോട്ടോ ഇത് CBC മഹീന്ദ്രയുടെ ഗൂഗിൾ റിവ്യൂവിനകത്ത് കെന്നി കുരുവള എന്ന് പറഞ്ഞ ഞാൻ ഫോട്ടോ. നമുക്കറിയാം, നമുക്ക് ഒരു ഇന്ത്യൻ വണ്ടിയോടുള്ളൊരു ഭ്രമം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഭാരതീയനാന്നുള്ള ഇതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. പിന്നെ താറെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ROX വികാരമാണ്. അങ്ങനെയൊക്കെ പോയി. പിന്നെ ആ പരിപാടി കഴിഞ്ഞപ്പം ഇനി എൻ്റെ ജന്മത്ത് ഞാൻ ഇന്ത്യൻ വണ്ടിയിലേക്ക് പോകത്തില്ലെന്ന് അതുപോലെ വെറുപ്പിച്ചു തുടങ്ങി. ഇനി ഞാനത് കംപ്ലീറ്റ്ലി വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് അതിനൊപ്പം പവർ ഉള്ളത് നോക്കിയപ്പം ഇന്നോഗ്രസ്റ്റയാണ് പവർ ഉള്ളത്. ഞാൻ പിന്നെ നോക്കും ഈ ROXിനെക്കാളും ഒരു സെക്കൻഡ് 1.5 സെക്കൻഡ് മുമ്പിൽ ഇത് 100 എത്തുകയും. കാരണം ഇതിന് പവർ മോഡും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പവറാണ്. ഇത് 145 bhp 300 ടോർക്ക്. ഇത് 148 bhp 250 ടോർക്ക് ഉണ്ട്. അത് ഭയങ്കര പവറാണ്. വണ്ടി പവർഫുൾ. ഈ പറഞ്ഞ ഈ നമ്മുടെ ഹൈക്രോസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതിന്റെ അത് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇത് ഒരു മലയിൽ കയറുമ്പോഴാണ് എൻ്റെ വ്യത്യാസം മനസ്സിലായത്. എന്നോട് ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പറയുമല്ലോ, എന്നോട് ഇതേ സാധനം ഞാനൊരു വേറെ നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്നോ ഹൈക്രോസ് എടുക്കുമോ അല്ലെങ്കിൽ ക്രിസ്റ്റ എടുക്കുമോ. നമ്മുടെ ഒരു ഫേമസ് നമ്മുടെ സജി തോമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൈറൈഡറിൻ്റെ വീഡിയോയ്ക്ക് അത് ഫേമസ് ആയാണ്. അദ്ദേഹത്തോട് ഞാൻ ചുമ്മാ കുശല സംഭാഷണത്തിനിടയിൽ ചോദിച്ചാൽ ക്രിസ്റ്റ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഹൈക്രോസ് ഇത്ര സ്പെക്കായിട്ട് 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നിങ്ങൾക്ക് എടുക്കത്തില്ലേ, ഫുള്ളി ഹൈബ്രിഡാണ് എടുക്കില്ലെന്ന് ചോദിച്ചു. അതിന് ജിഷ്ണു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുട്ടിക്കാനം കയറ്റം ഹൈക്രോസുമായിട്ടും ക്രിസ്റ്റയായിട്ടും കയറണം. അപ്പോൾ മനസ്സിലാവും നിങ്ങൾ ക്രിസ്റ്റ എടുക്കുമോ ഹൈക്രോസ് എടുക്കുമോ. അത് വലിക്കത്തില്ല, കാരണം അത് കടന്ന് എഴയും. കാരണം എനിക്കറിയത്തില്ല, ഇത് ഹൈക്രോസ് ഫാൻസിനെ ഒഫൻഡ് ചെയ്യുന്നതല്ല, പക്ഷെ യാഥാർത്ഥ്യം നമ്മൾ പറയുന്നേ ഉള്ളൂ. ഇത് 8 പേരല്ല 10 പേര് കയറിയാലും ഇത് ഓടിക്കുമ്പോൾ നമുക്ക് അറിയാം. ഇത് മല കയറുമ്പോൾ ഒരു പമ്മൽ, ഇതിന്റെ ടെർബോ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഇതിന് മുമ്പ് കറക്റ്റ് ആയിരുന്നു. നമുക്ക് വേറെ വണ്ടിയുണ്ട്, ഇത് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ കറക്റ്റൊക്കെ ടെർബോ ആണെങ്കിലും ചെറിയൊരു പൊട്ടിക്കൊരു ലാഗുണ്ട്. ഇതൊന്നുമില്ല, ഇത് സ്മൂത്ത് ആയിട്ട്. ഇത് ഞാൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായി ഓടിക്കുന്നത് നല്ല കാല് കൊടുത്ത് ഞാൻ ഓടിക്കുന്നത്. ഞാൻ എപ്പോഴും ഞാൻ പറയാം, എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമുകൊണ്ടാണ് ഞാൻ നല്ല സ്പീഡിൽ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഞാൻ കറക്റ്റ് ഓടിക്കുന്നുണ്ട്. ഇത് കുതിച്ച് നിൽക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് എക്കോ മോഡിലേക്ക് അങ്ങ് ഇട്ടേക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പവറിലങ്ങ് നിൽക്കും. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രം എക്കോയിൽ അങ്ങ് മാറ്റും. അത് പവർ മോഡിലേക്ക് എടുത്തില്ല. പവർ മോഡ് എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കും. നമ്മുടെ അൺകൺട്രോൾഡ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റയിൽ ഒരു 150 അല്ല 180 കിലോമീറ്റർ 170 ഒക്കെ ഞാൻ കറക്റ്റയിൽ പോകും. ഒരു നല്ല ഹൈവേ ഒക്കെ ആണെങ്കിൽ. കേരളത്തിലല്ലാതെ വഴി ശരിയാണ്. ആ വണ്ടിക്ക് ഒരു നമുക്കിപ്പോൾ എന്നാ പറയണ്ട, എൻ്റെ ഇപ്പോൾ പോളോ പോകുന്ന പോലെ ആ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിലും ഇതിന് ഈ 1850 കിലോളം വെയിറ്റ് ഉണ്ട്. ഇതിന് ഇത്ര പവർ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു 150 എബോയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവിടെയാണ് ഇതിന് ഞാൻ ഐക്രോസ് ആയിട്ട് പറയുന്നത്. ഇത് ഐക്രോസിൻ്റെക്കാൾ 150 kgs കൂടുതലായതുകൊണ്ട് ഇത് കുറച്ചും കൂടി പ്ലാൻഡ് ആയി വണ്ടി, കുറച്ചും കൂടി പ്ലാൻഡ് ആണ്. ഇതിനൊരു മൊമെൻറ്റം ഉണ്ട്. ഇതിൻ്റെ മൊമെൻറ്റത്തിൽ പോകുന്നതുകൊണ്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇത്ര വലിയ വണ്ടിയാണെന്ന് സ്റ്റിയറിംഗ് പിടിക്കും നമുക്ക് തോന്നത്തില്ലല്ലോ. ഞാൻ ഇതിനു മുമ്പ് ക്രിസ്റ്റ ഓടിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് ഈ ക്രിസ്റ്റയാണ്. ഞാൻ ഈ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട്
എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇത്ര വലിയ വണ്ടി ഓടിക്കുമെന്ന്. Okay, സത്യം പറയാണ് എനിക്ക് ഫീൽ ചെയ്തത് തന്നെയാ. ഞാൻ വലിയ ഡ്രൈവർ ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കും ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്കൊന്ന് ഈ വേറെ നമുക്ക് ഫ്രോൺസും ഈ പോളയൊക്കെ ചെറിയ വണ്ടിയാണ്, അത് ഓടിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഡിഫറൻസ് തോന്നില്ല. ഇത്രയും വലിയ വണ്ടിയാണ് നമുക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ ഞാൻ വിചാരിച്ചു ഇത്ര വലിയ വണ്ടിയാകുമ്പോൾ സൈഡ് പുറകെ നോക്കണം വണ്ടിയെ തിരിക്കുമ്പോൾ. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എനിക്ക് മറ്റേ ഐക്രോസിന് ആ ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ട്. അത് എന്നെ സംഭവം അറിയോ, ഇതിൻ്റെ നമുക്ക് പക്ക നമ്മുടെ കയ്യിലാണ്. അതൊരു പെർഫോമൻസ് ആണെങ്കിലും ഈവൻ നമ്മൾ നോർമൽ വണ്ടി എനിക്കിത് ഇതിൽ ഞാൻ ഒരു നമ്മുടെ ഈ റൂട്ടിൽ കൂടെ തന്നെ 100-120 ഞാൻ വണ്ടി കേട്ടിട്ടുണ്ട്. ക്രിസ്റ്റ അത് വെച്ചാൽ നമുക്ക് അതായത് അൺകൺട്രോളബിൾ അല്ല. ഈവൻ ഇപ്പം എൻ്റെ വെന്യൂ ആണെങ്കിൽ എനിക്ക് 140 വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചെന്നൈ പോയപ്പോഴാണ്. പക്ഷെ അത് എനിക്കറിയാം അത് സേഫ് അല്ല, വണ്ടി റോഡിലില്ല, ടയർ അതായത് ഒരു പർട്ടിക്കുലർ സ്പീഡ് കഴിയുമ്പോഴത്തേനാണെങ്കിൽ റോഡിന് മുമ്പിൽ നമുക്ക് സ്റ്റിയറിംഗ് ഒന്നും കൺട്രോൾ ഇല്ലാതെ ഒരു ബോബ്ലിംഗ്, അതായത് ദാറ്റ് മീൻസ് റോഡിലല്ല വണ്ടി, ആ സ്പീഡ് ക്രൂസ് ചെയ്തിട്ട് എബോ റോഡിന്റെ മേളിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. നമ്മളങ്ങനെ പോകുന്നത് നമ്മുടെ ഒരു ഹരത്തിന്റെ പുറത്താണ്, ഒരിക്കലും റെക്കമെൻഡഡും അല്ല അങ്ങനെ പോകുന്നത്. അത് നമ്മൾ വണ്ടിയിൽ വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ സേഫ് ആയിട്ടുള്ള നമ്മുടെ വണ്ടി ക്യാപ്പോട്ട് ടെസ്റ്റ് ചെയ്യുന്ന അതേ സ്ഥാനത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റക്കരയിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 15 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അതും പീക്ക് ടൈമിൽ ഒരു രാത്രി 9 to 10 മണിക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ട്രാഫിക് ഉള്ള ടൈമാണ്. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 22 കിലോമീറ്റർ ഉണ്ട്. അത് നല്ല ഡിസ്റ്റൻസാണ്. അതുപോലെ ഞാൻ ഈ വണ്ടി നല്ല ഏത് വണ്ടി ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടി നമ്മൾ തിരുവനന്തപുരത്താണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ വീക്ക് ഡേയ്സിൽ തിരുവനന്തപുരത്തും വീക്കെൻഡിലാണ് കോട്ടയത്ത് വരുന്നത്. കോട്ടയമാണ് നമ്മൾ ഹോം ടൗൺ. അപ്പം നമ്മൾ ഈ വണ്ടി ഏത് വണ്ടിയാണെങ്കിലും 2.5 മണിക്കൂർ ശരാശരി 2.25 മണിക്കൂർ 2.5 മണിക്കൂർ എനിക്ക് കോട്ടയം ടു തിരുവനന്തപുരം എടുക്കത്തുള്ളൂ. എനിക്കത് ആൾക്കാർ തള്ളാമെന്ന് പറയുന്നവർക്ക് കമന്റ് ഇടാം, നമുക്കൊന്ന് പോവാം. എന്നെ ഓൾവേസ് വെൽക്കം ടു മൈ റൈറ്റ്. ഇരിക്കണമെന്നേ ഉള്ളൂ, ഇറങ്ങി ചാടി പോകില്ലേ, ഇരിക്കണം, ഹാൻഡ് ബ്രേക്ക് ഒന്നും വലിക്കാൻ നിൽക്കരുത്, ഞാൻ കൊണ്ടേ കാണിക്കാം. അപ്പം അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. അപ്പം എനിക്ക് അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരിക്കലും ഐക്രോസിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഓടിക്കുന്നത് പറ്റും. കാരണം ക്രെറ്റയെക്കാളും പവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ സൈസ് പെർസ്പെക്റ്റീവ് വ്യത്യാസം. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആ സൈസ് എനിക്ക് ഇതുവരെ ബോധർ ചെയ്തിട്ടില്ല. എനിക്ക് ആ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേറെ കാര്യം, ഐക്രോസിന് തോന്നുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെർഫെക്ഷനിസ്റ്റാണ്. ഞാൻ എല്ലാ കാര്യം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അപ്പം ഐക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ലൈക്ക് XUV MUV ക്രോസ് ഓവർ എന്ന് ഞാൻ പറയും. പക്ഷെ ഇതെന്ന് പറയുന്നത് പക്ക ഒരു MUV ആണ്. ഈ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്രോസിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീലിൻ്റെ പ്രൊപ്പോർഷനാണ്. ആ ഐക്രോസിന് അത് എത്ര ഇഞ്ച് വീലിട്ടാലും അതൊന്നും തോന്നുന്നില്ല, എന്തോ ഒരു ഏച്ച് കിട്ടിയ പോലെ ഇരിക്കും. ആ വണ്ടിയുടെ ഇതും വീലുമായിട്ടൊന്ന് അതിന്റെ അത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അവര് അതൊരു SUV അല്ല MUV അല്ലാത്ത പോലെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം ടോപ്പ് വേരിയന്റ് ഹൈക്രോസ് വരുമ്പോൾ 42 lakhs കണ്ടാ എനിക്ക് 42 lakhs 43 കണ്ട് വരും. അതിന്റെ സെഗ്മെന്റിൽ ഈ അധികം നമ്മുടെ വണ്ടി ഇത് മോഡിഫൈ ഒന്നും ഞാൻ കണ്ടില്ല. അധികം മീൻസ് ലൈറ്റ് ഒക്കെ മാറി കണ്ടിട്ടുണ്ട്. ലൈറ്റ് എനിക്കൊന്ന് ഗ്രില്ല് മാറ്റി മറ്റേ അങ്ങനത്തെ എന്തോ ടൊയോട്ട എഴുതിയ ഗ്രില്ല്. അതിപ്പോ ഞാൻ ഇതിനകത്ത് കണ്ടപ്പോൾ ഇതിനകത്ത് GR സ്പോർട്ടിന്റെ ഒരു സ്റ്റിയറിംഗ് ഏറ്റാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. ഞാൻ GR-ന്റെ സ്റ്റിയറിംഗ് ഏറ്റാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ വിചാരിച്ചു 2 സർവീസ് ഒന്ന് കഴിയട്ടെ, നിങ്ങൾമാർ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇനി വാറണ്ടി കളയണ്ട. എന്നോട് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞേ, നിങ്ങൾ ഇവിടെ നിന്ന് അക്സസറീസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി പോകത്തില്ല, പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സർവീസിലേക്ക് ആദ്യം വരുമ്പോൾ നോക്കുന്ന ഇതിന്റെ എന്തെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടോന്ന്. അതിന് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാറണ്ടി മൊത്തം ഇതാണ് ഞാൻ ചോദിക്കുകയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടൊയോട്ട. സോ ഇവരുടെ സർവീസ് അടിപൊളിയാണ്, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇച്ചിരി അഹങ്കാരം അവർക്ക് കൂടുതലല്ലേ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അഗെയിൻ അത് ഞാൻ പറയുകയാണ്, ഞാൻ ഈ ഇതെടുത്ത് നമ്പർ പ്ലേറ്റ് നോക്കിയാണ് കൈർലി ടൊയോട്ട എന്നാണ് ഞാൻ പറയുകയാണ്. ഞാൻ തിരുവനന്തപുരം കൈർലി ടൊയോട്ട എന്നാണ്. ഞാൻ ഈ വണ്ടി എടുത്തപ്പം തൊട്ട് അവരായിട്ട് എനിക്ക് 26 വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പം നിപ്പോൺകാർ എന്നോട് മാന്യമായിട്ട് ഉള്ളവർ പറഞ്ഞു, സാറേ വണ്ടി 1 മാസം തൊട്ട് 6 മാസം വരെ എടുക്കാം. അവരില്ല. പിന്നെ എനിക്ക് 3 ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടിയത്. അതെനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഞാൻ ഈ വണ്ടി കാണാൻ ഞാൻ പറഞ്ഞല്ലോ താർ റോക്സിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ട് എനിക്ക് ഞാൻ ഇവരുടെ വണ്ടി കാണാൻ വേണ്ടി പോയി. ഞാൻ പുറത്തുനിന്ന് പിന്നെ ടൊയോട്ടയാണ് നമ്മൾ PDAക്ക് നാളെ വിളിച്ചുകൊണ്ട് പോയില്ല തന്നെ. ഞാൻ വണ്ടി മൊത്തത്തിൽ കാരണം ഈ വണ്ടി നിങ്ങൾ കാണുന്നത് 20-ാം തീയതി പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് 22-ാം തീയതിയിലാണ് ഇവർ യാർഡിൽ വരുന്നത്. ഞാൻ ഈ വണ്ടി കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് 24-ാം തീയതി ഒന്നാണ് ഇവർ യാർഡിൽ പോകുന്നത് വണ്ടി കാണാൻ വേണ്ടി. അപ്പോൾ പിന്നെ അത് പിന്നെ മുട്ടലും തട്ടലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നോക്കി കാണാം എന്തെങ്കിലും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത്രയൊക്കെ ഉള്ള അറിവ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി നോക്കി.
അപ്പോൾ ഞാൻ അകത്തുനിന്ന് കയറേണ്ട കാര്യമില്ലെന്ന് ഞാൻ അകത്തുനിന്ന് നോക്കുമ്പം ഇതിൻ്റെ ഗിയർ കുറച്ച് വളഞ്ഞിരിക്കുന്നു. സാധാരണ ഗിയർ നേരെയല്ല ഇരിക്കുന്നത്, ഇപ്പോൾ വളഞ്ഞിരിക്കുന്നു. ആദ്യം ഞാൻ 7 സീറ്ററാണ് വണ്ടി ബുക്ക് ചെയ്തത്. പിന്നെ ആദ്യം കൊണ്ടേ നിങ്ങളെ വണ്ടി എന്ന് പറഞ്ഞ് കാണിച്ച 8 സീറ്ററാണ്. പിന്നെ അത് അവരുടെ എന്തോ ചെറിയ ഇറാണ്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അതൊക്കെ അവരുടെ ഹ്യൂമൺ എറർ എന്താണേലും വരും, നമുക്കതൊന്നും പറയാനില്ല. പക്ഷെ ഗിയർ എറിഞ്ഞിരിക്കുന്നു. അപ്പം പറയാം എനിക്ക് വണ്ടി തുറന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ യാർഡിൽ നിന്ന് ഏതോ ഒരു മാനേജർ വന്നിട്ട് അങ്ങനെയൊന്നും പറ്റത്തില്ല, വണ്ടി അല്ല അത് കാണിക്കാൻ പറ്റത്തില്ലെന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുക. അവർ പറയും ഞങ്ങളുടെ പോളിസിയിൽ ഞങ്ങൾക്ക് ടൊയോട്ടയുടെ പുതിയ നിയമമാണോ എന്തൊക്കെയാണ് പറയാൻ എന്നോട് പറയാം. അപ്പം നമുക്ക് വണ്ടി തുറന്ന് കാണാനോ ഒന്നും പറ്റത്തില്ല, അധികാരമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ ഇത് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു ലേഡി ആയിരുന്നു പുള്ളിക്കാരി. പക്ഷേ പുള്ളിക്കാരി ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ കയറിൽ നിന്ന് എടുത്തത്, ഇല്ല എടുക്കത്തില്ല. പുള്ളിക്കാരി പിന്നെ പുറകെ വന്ന് സാറേ അത് കുഴപ്പമില്ല ആണ്ട് പുള്ളിക്കാരി ആ യാടി ഞാൻ പറഞ്ഞു ഇനി ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പോയി ഞാൻ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു. ഏത് ഈ പറഞ്ഞ ഞാൻ ക്യാൻസൽ ചെയ്താ. ഞാൻ പിന്നെ അവസാനം ഇനി പുതിയ മോഡൽ ഇറങ്ങുവാണെങ്കിൽ പോട്ടെ ഫോർച്യൂണറിനെ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ നിപ്പോണിൽ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടം, എനിക്ക് മാനുവലി തന്നെ വേണം. അപ്പോൾ ഞാൻ നിപ്പോണിൽ പോയി മാനുവലി അവിടുത്തെ AGM ആയിട്ട് സംസാരിച്ചു. അല്ല AGM അല്ല, അവിടുത്തെ സെയിൽസ് മാനേജറാണ് നിപ്പോണിൽ ഞാൻ പോയിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഫോർച്യൂണർ ഇറങ്ങി കഴിഞ്ഞാൽ 10 എണ്ണത്തിൽ ഒരെണ്ണം പോലും മാനുവൽ ഇറങ്ങത്തില്ല, എല്ലാം ഓട്ടോമാറ്റിക്കലി എടുക്കത്തുള്ളൂ, ഓട്ടോമാറ്റിക് എടുക്കത്തുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കയറി പോകണം. അപ്പോൾ എനിക്ക് എന്താണേലും ഇപ്പം എൻ്റെ ഇത് ഈ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ ഇതൊന്നും എനിക്കറിയാനുണ്ട് അതിൻ്റെ. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നമ്മളിപ്പം ഈ ഫോർച്യൂണറൊക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കും മാനുവലിനെക്കാളും കൂടുതൽ ഫാസ്റ്റ്ലി ക്വിക്ലി നമുക്ക് ക്വിക്ലി കയറുന്നത്. പക്ഷേ എനിക്ക് എന്തോ മാനുവലിനോട് ഒരു പ്രത്യേക പ്രേമമുണ്ട്. എനിക്ക് ആ ഗിയറൊക്കെ മാറി ആ ഒരു ഇരുന്ന് ഗിയറൊക്കെ മാറി ക്ലച്ചൊക്കെ ചോട്ടി പോകുന്നതാണ് എനിക്ക് ഓടിക്കുന്ന ഫീലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ പുള്ളിയോട് പോയി സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു എഗെയിൻസ്റ്റ് ഓർഡർ മാത്രമേ ചെയ്തുള്ളൂ, ഇപ്പം നമുക്ക് വേണ്ടി മാത്രം പ്ലാൻ ചെയ്യുന്ന ഇറക്കുക. ഇപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1 മാസം കൊണ്ട് വണ്ടി കിട്ടും, കാരണം ആൾക്കാർ മേടിക്കുന്നുണ്ട് മേടിക്കും. ഇത് 6 മാസം 4 മാസം എടുക്കും. അപ്പോൾ ഞാൻ പറയും 4 മാസം വെയിറ്റ് ചെയ്യാം. അപ്പോൾ 4 മാസം എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച് പോകും, പിന്നെ ഞാൻ മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ പിന്നെ ഈ പുള്ളിക്കാരി എൻ്റെ ഈ സൗമ്യ എന്ന് പറഞ്ഞ സെയിൽസ് എക്സിക്യൂട്ടീവാണ് കൈരളിയുടെ. പുള്ളിക്കാരി പുള്ളിക്കാരി എന്നെ ഒരു ഈവനിങ് വിളിക്കും, സാറേ എന്തായിരുന്നു. അപ്പോൾ ഒന്ന് ഓർത്തു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കി. പുള്ളിക്കാരി പിന്നെ അത് ഷോറൂമിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ കണ്ട് പീഡിയൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ അകത്തൊക്കെ ഞാൻ തന്നെ നോക്കി, അവർ ആ ഗിയറെല്ലാം റെഡിയാക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ പ്രൊസീഡ് ചെയ്തപ്പം ഞാൻ പറഞ്ഞില്ല അക്സസറീസ് എല്ലാം ഫുള്ള് കംപ്ലീറ്റ് പുറത്തുനിന്ന് ചെയ്തേ. പക്ഷേ എനിക്ക് ഈ മഡ് ഗാർഡ് പിടിപ്പിക്കാൻ മറന്നുപോയി, അത് അകത്തുനിന്ന് പിടിപ്പിക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ വണ്ടി ഡെലിവറി എടുത്ത് പിറ്റേ ദിവസം എന്നല്ല പറയുന്നത്, അടുത്ത ദിവസം ഞാൻ കൈരളിയുടെ സർവീസ് സെൻ്ററിൽ പോയി, തിരുവനന്തപുരത്ത് തന്നെ. ഞാൻ അവിടെ പോയി ഒരു 10 പേരുണ്ട് ആ സർവീസ് സെൻ്ററിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഞാനവിടെ ഒരു